ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടിയുടെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെയാണ് ജമ്മുകാശ്മീരിലെ ലിതുവാസിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടിയത്. 3 ഭീകരരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ലഷ്കർ ഇ തൊയ്ബ കമാൻഡറായ ഹാഷിം മൂസ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ്. അബു ഹംസ യാസിർ എന്നീ 2 ഭീകരരെയും സൈന്യം വധിച്ചു. ദാച്ചിഗാം വനത്തിൽ നിന്നുള്ള സംശയാസ്പദമായ ആശയവിനിമയ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് മേഖലയിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. മേഖലയിലെ നാടോടികളും ഭീകരരുടെ സഞ്ചാരവിവരം സൈന്യത്തിന് കൈമാറിയിരുന്നു. വിവിധ സൈനിക വിഭാഗങ്ങൾ 2 ദിവസമായി മേഖല വളഞ്ഞ് തിരച്ചിൽ നടത്തുകയാണ്. വീണ്ടും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവായതോടെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമായി. രാവിലെ 11:30 സൈന്യം ഭീകരരെ കണ്ടെത്തുകയും വധിക്കുകയും ചെയ്തത്. സുലൈമാൻ ഷായെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് ജമ്മുകാശ്മീർ പോലീസ് 20 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത്. പാക് സൈന്യത്തിന്റെ കമാൻഡോ വിഭാഗമായ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് സുലൈമാൻ ഷാ ലഷ്കറിന്റെ ഭാഗമായത്. 2023 ഇയാൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതെന്നാണ് വിവരം. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ താവളങ്ങളിൽ നിന്ന് AK-47 അടക്കമുള്ള തോക്കുകളും മറ്റായുധങ്ങളും കണ്ടെടുത്തതായി സൈന്യം അറിയിച്ചു. 2016 WY-SMS എന്ന് വിളിച്ചിരുന്ന ഒരു ചൈനീസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപകരണം ഉപയോഗിച്ചാണ് ലഷ്കർ ഇ തൊയ്ബ ഭീകരർ ആശയവിനിമയം നടത്തിയിരുന്നത്. ഇതിന് സമാനമായ ചൈനീസ് റേഡിയോയും ഇന്ന് വധിക്കപ്പെട്ടവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തതായി സൈന്യം വ്യക്തമാക്കി.